എയിമസ്പോർട്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമസ്കാരം, ഏവർക്കും എയിമസ്പോർട്ട് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സന്ധ്യ അനിൽ, ബാംഗ്ലൂരിൽ നിന്ന്. പണിക്കേഴ്സ് ട്രാവൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെയർമാനുമായ ശ്രീ ബാബു പണിക്കരുടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന പുസ്തകം ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16 ഡൽഹി കേരള ഹൌസിൽ വെച്ച് പ്രകാശനം ചെയ്തു. കേരള ഹൌസിലെ ഹാളിൽ തിങ്ങിനിറഞ്ഞ ജനങ്ങളെ സാക്ഷിയാക്കി പുസ്തകത്തിന്റെ ആദ്യ പ്രതി ISRO മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്, മുൻ സുപ്രീംകോടതി ജഡ്ജി ശ്രീ കുര്യൻ ജോസഫിന് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. മുൻ കേരള DGP ലോക്നാഥ് ബെഹ്റ, പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ M മുകുന്ദൻ, കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ ശ്രീ അനീഷ് രാജൻ, മുൻ ഡൽഹി പോലീസ് കമ്മീഷണർ ശ്രീ കാമരാജ് IPS, കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ ശ്രീ സുധീർ നാഥ് എന്നിവർ ഉൾപ്പെടെ പല പ്രമുഖ വ്യക്തികളും പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന ഭാരവാഹിയോഗം മുംബൈയിൽ നടന്നു. കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളുടെ യോഗമാണ് മുംബൈയിലെ ഗ്രാൻഡ് ഹോട്ടൽ റോയൽ ഹോംഡലിൽ നടന്നത്. എയിമ ദേശീയ ജനറൽ സെക്രട്ടറി, ദേശീയ വൈസ് ചെയർമാൻ, എയിമ മഹാരാഷ്ട്ര ഘടകം നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. യാത്രകൾ ജീവിതത്തെ സമ്പന്നവും സമ്പുഷ്ടവുമാക്കുന്നത് അവ പകർന്നു നൽകുന്ന അനുഭവങ്ങളും അനുഭൂതികളും കൊണ്ടാണ്. അത്തരം 100 യാത്രകളുടെ അനുഭവങ്ങളിലൂടെ ജീവിതം സമ്പന്നമാക്കിയ ബാബു പണിക്കരുടെ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടതാണെന്നത് ഒരുപക്ഷെ തികച്ചും യാദൃച്ഛികമാകാം. എന്നാൽ സ്വയം യാത്ര ചെയ്യുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകി പലരെയും കൈപിടിച്ച് നടത്തിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ആർജിച്ച അനുഭവ സമ്പത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതായിരിക്കാം. ആ അനുഭവ സമ്പത്ത് മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകുകയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. ബാല്യകാലത്തെ സ്കൂൾ യാത്രകൾ മുതൽ ആർജിക്കുവാൻ തുടങ്ങുന്ന അനുഭവങ്ങളെ ഓർത്തുകൊണ്ടായിരുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫും ഡോക്ടർ എസ് സോമനാഥും തങ്ങളുടെ പ്രസംഗങ്ങളിൽ ഈ പുസ്തകത്തെക്കുറിച്ച് വിലയിരുത്തൽ നടത്തിയത്. എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ബസ് യാത്ര ചെയ്തിട്ടുള്ള, അവിടെ ഇരിക്കുന്ന പലരും ബസ് യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ ബസ്സിൽ കയറുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, കൈയും തലയും പുറത്തിടരുത്. രണ്ടാമത്തെ, പുക വലിക്കരുത്. ഇത് 2 കണ്ടിട്ടുള്ളൂ. മൂന്നാമത്തെ ഒരെണ്ണം ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. 3 കാര്യങ്ങളാണ് ബസ്സിൻ്റെ മുൻവശത്ത് ഉണ്ടാവണമെന്നുള്ളൂ. അപ്പോൾ എൻ്റെ ആദ്യത്തെ യാത്രയിൽ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ ബസ് യാത്ര ചെയ്യാൻ ഒരുപാട് താമസിച്ചാണ് ഞാൻ ബസ് യാത്ര ചെയ്തത്. അതുവരെ കാൽനടയാത്രയായിരുന്നു. ബാബു ഒരു കാൽനടയാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട്, കാല് നടയാകുമ്പോഴാണ് കാൽനടയാത്ര ആകുന്നത്. അപ്പോൾ ബസ്സിൽ കയറി ആദ്യത്തെ യാത്ര ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു കൊച്ചു ചോദിച്ചു, അപ്പോൾ കാല് പുറത്തിടാല്ലെന്ന് ചോദിച്ചു. കയ്യും തലയാലും പുറത്തിടാൻ പാടില്ല, കാല് പുറത്തിടാൻ പറ്റുമൊന്നുമില്ല. ആ കൊച്ചത് ചോദിക്കാനൊരു കാരണമുണ്ട്. കൊച്ചിൻ്റെ മുമ്പിൽ സീറ്റിലിരുന്ന ഒരാൾ വളരെ വിശാലമായി ചാരി കിടന്നിട്ട് കാല് രണ്ടും അത് പുറത്തേക്ക് ഇട്ടിട്ട്, മിക്കവാറും ജനലിൻ്റെ അവിടെ കാല് പുറത്തേക്ക് ഇട്ടിട്ടാണ് ഈ കൊച്ച് ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം കൊച്ചു ചോദിച്ചൊരു ചോദ്യമാണ്, അപ്പോൾ കാല് പുറത്തേക്ക് ഇടാൻ പറ്റുന്നതില്ലായിരിക്കും. നമ്മുടെ ഇതിനകത്ത് ഒരു ചാപ്റ്റർ ജീവിതയാത്രയെക്കുറിച്ചാണ്. ഈ ജീവിതയാത്രയിൽ സംഭവിക്കാവുന്ന ഒരു അപകടമാണ് അനാവശ്യമായിട്ടുള്ള ഈ കൈയും തലയും പുറത്തിടുക എന്ന് പറയുന്നത്. കൈയും തലയും എവിടെ ഇരിക്കണമോ അവിടെ ഇരുന്നാൽ തന്നെ ഒരുപാട് യാത്രകൾ, ജീവിതയാത്രകൾ സുഖകരമായി നടത്താൻ പറ്റും. ഈ കഴിഞ്ഞ ജനുവരിയിൽ കോഴിക്കോട് നടന്ന DC ബുക്സിൻ്റെ KLF കേരള ലിറ്റററി ഫെസ്റ്റിവൽ വെച്ചാണ് ഈ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം നിർവഹിക്കപ്പെട്ടത്. അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് ബാബുട്ടൻ അന്ന് ഈ പുസ്തകത്തിൻ്റെ പിന്നണി പ്രവർത്തനം നടക്കുന്ന കവർ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വായിച്ചു. അങ്ങനെ അന്ന് ഈ കുര്യൻ സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രേരകശക്തിയായ സുധീർനാഥിനൊപ്പം ഈ പുസ്തകം ആദ്യം വായിച്ച ഒരാളായി ഞാൻ മാറുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ദൗത്യം എന്നിലേക്ക് വന്നു ചേർന്നത്. ഈ ബാബു പണിക്കരുടെ യാത്രകൾക്ക് നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ആസ്വാദനം അറിയാൻ കഴിയും. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും യാത്രകളെക്കുറിച്ച് ചിന്തിക്കാനും അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാനും ഈ പുസ്തകം നമ്മളെ പ്രചോദിപ്പിക്കുമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നിയ ഏറ്റവും പ്രധാന ഇംപ്രഷൻ ഈ പുസ്തകത്തെക്കുറിച്ചുണ്ടായത്. അങ്ങനെ ഞാൻ എൻ്റെ യാത്രയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാൻ ഒരു റോക്കറ്റ് സയൻറ്റിസ്റ്റാണ്. ഈ പറഞ്ഞ യാതൊരു മേഖലയുമായിട്ടും ബന്ധമില്ല. പക്ഷേ ജനിച്ചു വളർന്നത് അദ്ദേഹത്തിന് വളരെ അടുത്ത സ്ഥലത്താണ്. ശ്രീ ബാബു പണിക്കരുടെ നാടിന് വളരെ അടുത്ത ആലപ്പുഴ ജില്ലയിൽ അരൂർ, തുറവൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, വെള്ളാര മണ്ണിൻ്റെ നാട്, നിറയെ വെള്ളം ഒഴുകി നടക്കുന്ന സ്ഥലങ്ങൾ. സ്കൂളുകളിലേക്ക് ഓടിപ്പോയിക്കൊണ്ട്
സ്കൂളിൽ പോയിരുന്നതും തിരിച്ചു വന്നിരുന്നതും ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്. അത് ഓട്ടം റോഡിൽ കൂടെയൊന്നുമല്ല, ഏതൊക്കെയോ ഇടവഴികൾ, ഏതൊക്കെയോ വീടുകൾ താണ്ടി, വേലി ചാടി, തോടുകൾ മറിഞ്ഞ്, വെള്ളത്തിൽ ചവിട്ടി ഓടി 2 അധികം കിലോമീറ്ററുകൾ ഓടി വീട്ടിലെത്തി ഉച്ച കഴിച്ച് അതേ സ്പീഡിൽ വീണ്ടും ഓടി സ്കൂളിലെത്തുന്ന ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് ഞാനിവിടെ ഇരുന്നപ്പോൾ. ആ യാത്രകൾ സ്കൂൾ കഴിയുന്ന കാലം വരെ തുടർന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ആ നാട്ടിൽ യാത്രകളുണ്ട്. വീട്ടിൽ നിന്ന് ഒരു തോർത്തുകൊണ്ടുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണ് വീട്ടിൽ തിരിച്ചു വരിക എന്ന് ആർക്കും പിടിയില്ലാത്തൊരു കാലമുണ്ട്. കാരണം എവിടെയൊക്കെ മാവുണ്ടോ ആ മാവുകളെല്ലാം എറിഞ്ഞ് കണ്ണിമാങ്ങകൾ വീഴ്ത്തി തിന്നാനും അവിടെയുള്ള കുളങ്ങളിലൊക്കെ ചാടി കുളിക്കാനും വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏതൊക്കെയോ കോലത്തിൽ കണ്ണുമൊക്കെ ചുമന്ന് വളരെ വീട്ടിൽ അടുത്ത അടിക്ക് റെഡിയായി കിട്ടുന്ന രീതിയിൽ വീട്ടിലെത്തുന്ന എൻ്റെ ഓർമ്മകളായിരുന്നു എൻ്റെ മനസ്സിൽ ഇവിടെ ഇരിക്കുമ്പോൾ. പക്ഷെ നമുക്കെല്ലാം അറിയാം, യാത്രകൾ നമ്മുടെ മാത്രം യാത്രകളല്ല, ഒരുപാട് യാത്രകൾ നമ്മളുടെ ചരിത്രത്തെയും നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ചരിത്രാതീതകാലമായ യാത്രകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരുപാട് യാത്രികർ ഈ ഭാരതത്തിൽ വന്നു പോയിട്ടുണ്ട്. അവരുടെ എല്ലാ യാത്രകളും യാത്രാവിവരണങ്ങളുമാണ് നമ്മുടെ മനസ്സിനെയും ചരിത്രത്തെയും സമ്പുഷ്ടമാക്കിയത്. ആ യാത്രികരെക്കുറിച്ചെല്ലാം നമുക്കെല്ലാം അറിയാം. ഹുയാങ് സാങ്ങിനെയും മറ്റ് യാത്രകളെക്കുറിച്ചും നമ്മുടെ ഭാരതത്തെക്കുറിച്ച് അവർ എഴുതി ഉള്ള കഥകളെക്കുറിച്ചും അറിവുകളെക്കുറിച്ചുമൊക്കെ. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ച യാത്രകളൊക്കെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണങ്ങളായിരുന്നു. വളരെ തടിച്ച പുസ്തകങ്ങൾ, എത്ര ഇലാബറേറ്റായിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. വളരെ വിശദമായിട്ട് അദ്ദേഹം ആഫ്രിക്കൻ വൻകരകളിലൂടെ എഴുതിയ യാത്രകളെല്ലാം പുസ്തക രൂപത്തിൽ എൻ്റെ അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. അച്ഛനൊരു സ്കൂൾ അധ്യാപകനായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എവിടെ നിന്നൊക്കെയോ ലൈബ്രറിയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ, ശ്രീ എം മോഹനൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചതെല്ലാം എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ ഗുരുതുല്യനായി മാറുന്നു. എസ്.കെ. പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് എല്ലാ കോണ്ടിനെൻറ്റുകളും വളരെ പരിചിതമായി മാറിയിരുന്നു. അത്തരം ഒരു യാത്രാ വിവരണ പദ്ധതി പിന്നീട് അധികകാലം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് പുസ്തകങ്ങളെ യാത്രാ വിവരണ രീതിയിൽ എഴുതിയിട്ടുള്ളൂ. നല്ല ഹൈമവത ഭൂമി പോലും ഒരു യാത്രാ വിവരണ പുസ്തകമല്ല, പക്ഷെ അതൊരു വലിയ റിഫ്ലക്ഷൻ എന്ന രീതിയിലുള്ളൊരു പുസ്തകം ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതേസമയം ഈ പുസ്തകം ഗഹനമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളായിരുന്നുവെന്നാണ് ശ്രീ എം മുകുന്ദന്റെ പ്രസംഗത്തിലുടനീളം പരാമർശിച്ചത്. ആദിശങ്കരന്റെ സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്രയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ഒരു യാത്ര എങ്ങനെ ജീവിത ദർശനത്തെ രൂപപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം ആ കാലത്ത് എനിക്ക് അദ്ദേഹത്തിനൊരു ബസ്സുണ്ട് എന്ന് കേട്ടപ്പോൾ അത് വളരെ അസൂയ തോന്നി. കാരണം അക്കാലത്ത് ഒരു സൈക്കിൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ സ്വപ്നം. എൻ്റേതും അതായിരുന്നു. ഒരു സൈക്കിൾ സ്വന്തമാക്കാൻ കഴിയാത്ത ഒരു കാലത്ത് ഒരാൾക്കൊരു ബസ്സുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. പക്ഷേ വളരെയധികം എളിമയുള്ള സ്നേഹമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബസ്സിൽ കയറിയാണ് ഞാൻ ആദ്യമായിട്ട് താജ്മഹൽ കാണാൻ വേണ്ടി ആഗ്രയിൽ പോയത്, പണിക്കേഴ്സ് ട്രാവൽസിൻ്റെ ബസ്സിൽ. അങ്ങനെ കുറേയധികം ഓർമ്മകൾ എനിക്കുണ്ട്. പിന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ഒരു യാത്രാ പുസ്തകം എന്ന് പറയുമ്പോൾ അത് കാഴ്ചകളുടെ പുസ്തകമായിരിക്കും. നമ്മൾ കാഴ്ചകളാണ് കാണുക. ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ വരുന്നു, നമ്മൾ അന്വേഷിക്കുന്നത് കുത്തബ് മിനാറാണ്. അല്ലെങ്കിൽ നമ്മൾ ആഗ്രയിൽ പോകുന്നു, അവിടെ നമ്മൾ അന്വേഷിക്കുന്നത് താജ്മഹലാണ്. അങ്ങനെ കാഴ്ചകളുടെ പുസ്തകമാണ് സാധാരണ യാത്രാ വിവരണം, ട്രാവലോഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ കാഴ്ചകളല്ല ഉള്ളത്, ആശയങ്ങളാണ്. ഇപ്പം ആശയങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ വിടർന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. വേവ്സ്, പലതരത്തിലുള്ള ആശയങ്ങൾ. തുടക്കം തന്നെ നമ്മൾ നോക്കൂ, അത് ശങ്കരാചാര്യരിലാണ്. ഏറ്റവും വലിയ യാത്രികൻ ശങ്കരാചാര്യരാണ്. അദ്ദേഹമാണ് പഴയൊരു കാലത്ത് തീവണ്ടിയോ ഒരു വാഹനങ്ങളും ഇല്ലാത്തൊരു കാലത്ത്, ബസ്സും കാറും തീവണ്ടിയും ഒന്നുമില്ലാത്തൊരു കാലത്ത് നടന്നാണ് ശങ്കരാചാര്യർ ഒരുപാട് യാത്ര ചെയ്തത്, കാടുകളിൽ കൂടിയൊക്കെ. അദ്ദേഹമാണ് ഏറ്റവും വലിയ യാത്രികൻ നമ്മുടെ രാജ്യത്ത്, പക്ഷേ ആദ്യത്തെ യാത്രികൻ. ആ ഒരു സെൻസിൽ യാത്ര ചെയ്യുക മാത്രമല്ല, ഈ വഴിയിൽ കണ്ടവരോടൊക്കെ അവിടെയൊക്കെയുള്ള വലിയ പണ്ഡിതന്മാരുമായിട്ടൊക്കെ തർക്കിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ യാത്ര തുടർന്നത്. അങ്ങനെയുള്ള തർക്കിച്ച് തർക്കം, അതാണ് വാസ്തവത്തിൽ നമ്മുടെ മലയാളി സ്വത്വത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ തർക്കിച്ചുകൊണ്ടും യാത്ര ചെയ്തുകൊണ്ടും വളർന്നു വന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ
അമർത്യ സെൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പേരിട്ടത്. അത് നമ്മൾ തർക്കിച്ച് ശങ്കരാചാര്യ പോലെ തർക്കിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു യാത്ര ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ശങ്കരാചാര്യരുടെ യാത്രയിൽ നിന്നാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നു. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ബാബു പണിക്കർ ഒരുപാട് ഗവേഷണം ചെയ്തിട്ടുണ്ട് പുസ്തകത്തിന് വേണ്ടി. പെട്ടെന്ന് എഴുതിയതല്ല. ഉദാഹരണത്തിന് പഴയ കാലത്ത് 1957 കൽക്കത്തയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. നിരന്തര ഗവേഷണം നടത്തി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൃത്യതയോടെ വിവരിക്കുന്ന ഒരു പുസ്തകമാണിതെന്നും അദ്ദേഹം പരാമർശിച്ചു. ബാബു പണിക്കരുമായുള്ള തന്റെ ദീർഘകാലത്തെ ബന്ധം വിവരിച്ചുകൊണ്ടായിരുന്നു മുൻ DGP ലോക്നാഥ് ബെഹ്റ സംസാരിച്ചത്. 2 ബസ് നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് അവിടെ ആൾക്കാർ പോയിരുന്നു. അവർ മഥുര എവിടെ ആണ് പോലീസ് പിടിച്ചിരിക്കുക. ഞാൻ പെട്ടെന്ന് റിയാക്ഷൻ ചെയ്ത് ഓക്കെ സാർ പോലീസ് പിടിച്ചില്ലേ, അപ്പോൾ ഞാൻ എൻ്റെ ബാച്ച്മേറ്റോട് വിളിച്ച് പറയാം. അദ്ദേഹം പറഞ്ഞു അത് വേണ്ട സാർ, അത് അവർ ഫൈൻ അടിച്ചിട്ട് വന്നാൽ മതിയല്ലോ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, പോലീസ് പിടിച്ചു, പിന്നെ അത് ചെയ്താൽ മതി. അതാണ് ബാബു, അതാണ് ആക്ച്വലി ബാബു. ഞാൻ എല്ലാ സമയത്ത് എൻ്റെ സംസാരത്തിൽ പറയാറുണ്ട് യു ബിക്കം എത്തിക്കൽ ലൈക്ക് ബാബു. ഇതാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് അദ്ദേഹം പിന്നെ ഏത് സമയത്തെ ഞങ്ങൾ പിന്നെ എല്ലാ വർഷവും ശബരിമല ഒരുമിച്ച് പോകും. അപ്പോൾ അദ്ദേഹംക്ക് എല്ലാവരെയും അവിടുത്തെ ആൾക്കാരെ എല്ലാ ആളും അറിയാം, അവിടെ തന്ത്രിയോ എറ്റാ. പക്ഷേ ഇങ്ങനെ ഒരു അഹങ്കാരമോ അങ്ങനെ ഒരു ഭാവം ഒന്നുമില്ല. വളരെ ഒരു സിമ്പിളായിട്ട് പോകും. സിമ്പിൾ രീതിയിൽ പോയിട്ട് വരും. ആരോടെ എന്തെങ്കിലും ഒരു ചോദിക്കാൻ ഒരു കാര്യമൊന്നുമില്ല. ഞാൻ എത്ര സമയത്ത് ഞാൻ DGP ആയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കാറായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചോദിക്കില്ല. ഒരു പർട്ടിക്കുലർ ആശയത്തെ, ഒരു പ്രത്യേക ആശയത്തെ എടുത്തിട്ട് വിപുലീകരിക്കും. അതിനെ അവർ പലതരത്തിൽ സിദ്ധാന്തവൽക്കരിക്കുകയോ അല്ലെങ്കിൽ ഫിലോസഫേഴ്സിന് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട വാക്കെന്ന് പറയുന്നത് പ്രോബ്ലമറ്റൈസ് ചെയ്യുക. അബദ്ധവശാൽ ഒരു ഫിലോസഫർ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത്, ഇനി ഞാൻ പറയില്ല. അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യുക എന്ന് പറയും. ഒരു വാക്കിനെയോ ഒരു ആശയത്തെയോ എടുത്തിട്ട് അതിൻ്റെ സമ്പൂർണമായ മേഖലയെപ്പറ്റി അതിനെ തൊട്ട് സംസാരിക്കുക, അതിനെ തൊട്ടൊരു ഗവേഷണാത്മകമായിട്ട് ഇതിനെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ സാഹസമാണ് സാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം യാത്ര എന്ന് പറയുന്നൊരു രൂപകത്തെ എടുത്തിട്ട് അതിന് ചുറ്റും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തി എന്തെല്ലാം ഉണ്ടാകാമോ അതെല്ലാം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം എന്ന് പറയുന്നത് യാത്രയെപ്പറ്റി മാത്രമല്ല, മറിച്ച് യൂറി ഗഗാറിൻ എത്രാമത്തെ മിനിറ്റിലാണ് ബഹിരാകാശത്ത് ഇറങ്ങിയത് എന്നുള്ളത് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഇതിൽ പറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് യാത്രയെപ്പറ്റി മാത്രമല്ല ഇതിൽ പറയുന്നത്, ആ യാത്രയോട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഉണ്ടോ, അത് രാഷ്ട്രീയമാവട്ടെ, ബഹിരാകാശമാവട്ടെ, സിദ്ധാന്തങ്ങളാവട്ടെ, ഭക്തിയാവട്ടെ, ടൂർ പാക്കേജസുകളാവട്ടെ, ഇതിനെപ്പറ്റിയെല്ലാം വളരെ വിപുലമായ ഒരു അറിവിൻ്റെ ശേഖരമായിട്ടാണ് ഈ പുസ്തകം. വളരെ സരളമായിട്ടും അടുത്തിരുന്ന് പറഞ്ഞു തരുന്ന രീതിയിലുമാണ് ഇത് എഴുതിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒരു അറിവിൻ്റെ ഏകകം കൂടിയാണ്. അതുകൊണ്ട് യാത്ര ചെയ്തു വരുന്നവർ എന്തു അറിവുള്ളവരാണ് എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ തെറ്റായ ധാരണയല്ല, ശരിയായ ധാരണ തന്നെയാണ്. യാത്ര എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു വലിയ കാലഘട്ടം വരെ ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ അത്ര ആശാസ്യകരമായ ഒന്നുമല്ലായിരുന്നു. നിങ്ങൾ യാത്ര ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആസ്ക്രൈബ്ഡ് ഐഡൻറ്റിറ്റീസ് റദ്ദ് ചെയ്യപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഗാന്ധിയുടെ വീട്ടുകാർക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഗാന്ധിയുടെ യാത്രയെ പറ്റിയിട്ടൊരു പുസ്തകമുണ്ട്, അറ്റ്ലാന്റിക് ഗാന്ധി എന്നാണ് അതിൻ്റെ പേര്, നളിനി നടരാജൻ എഴുതിയത്. അപ്പോൾ ഈ നളിനി നടരാജൻ പറയുന്നത് ഗാന്ധിയുടെ രാഷ്ട്രത്തെപ്പറ്റിയും മനുഷ്യന്മാരെ പറ്റിയുമുള്ള എല്ലാ വീക്ഷണങ്ങളും രൂപപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ യാത്രയാണ്, ഷിപ്പിലെ യാത്രയാണ്. ഈ യാത്രയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആസ്ക്രൈബ്ഡ് ഐഡൻറ്റിറ്റീസ്, തൻ്റെ സ്വത്വബോധത്തിൻ്റെ, തൻ്റെ ജാതിബോധത്തിൻ്റെ എല്ലാ ഐഡൻറ്റിറ്റീസും വിഘടിച്ചു പോകുന്നതായിട്ടും ആ ഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ ശ്രേണീഘട്ടങ്ങളിൽ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഗാന്ധിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഗാന്ധി മുകളിലിരുന്നു കൊണ്ട് ഈ കപ്പലിലെ താഴെയുള്ളവരെല്ലാവരെയും കണ്ടതുകൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നവർ കടൽ കടക്കുന്നതോടുകൂടി നിങ്ങൾ ജാതിഭ്രഷ്ടനാകുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. അതിനുശേഷം അതിനെല്ലാം അനുവർത്തിച്ചുകൊണ്ട് യാത്ര എന്ന് പറയുന്നത് വളരെ സാഹസികമായ ഒരു പ്രവൃത്തി തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തന്റെ ആത്മാവിന്റെ ഭാഗമായി കഴിഞ്ഞ ഡൽഹിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടായിരുന്നു ബാബു പണിക്കർ തന്റെ മറുപടി പ്രസംഗം ആരംഭിച്ചത്.
ഡൽഹി മലയാളികൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്ര രീതിയിൽ ഉയർന്നു വരണമെങ്കിൽ ഇത് എന്തുമാത്രം ആൾക്കാർ ഇതിൻ്റെ പുറകിൽ മുന്തേട്ടനെ കണക്കുള്ള സാഹിത്യകാരന്മാരുടെ സംഭാവനകൾ എന്തുമാത്രമുണ്ട്. അന്നേരം അതിനൊരു എനിക്കൊന്ന് ഒരു ചെറിയ ബുക്കുമായിട്ട് നമ്മളിവിടെ ഒരു സമുദ്രത്തിൻ്റെ മുന്നിൽ സമുദ്രത്തിനെ നോക്കി പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് മാത്രമേ നമുക്ക് ആ വലിയ സാഹിത്യ ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഏകദേശം 100-ൽ താഴെ മാത്രം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹാളിൽ 300-ലധികം പേരായിരുന്നു ഡൽഹി മലയാളികളുടെ പ്രിയപ്പെട്ട ബാബുവേട്ടന്റെ ആദ്യ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഒത്തുകൂടിയത്. ആദ്യ ദിവസം തന്നെ പുസ്തകത്തിന്റെ നിരവധി കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തക വിൽപ്പനയിലൂടെ ലഭിച്ച തുക മുഴുവൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുമെന്നും ശ്രീ ബാബു പണിക്കർ അറിയിച്ചിട്ടുണ്ട്. തന്റെ തൊഴിൽ മേഖലയിൽ വിപുലമായ അനുഭവസമ്പത്തും അർപ്പണ മനോഭാവത്തോടെയുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച ബാബു പണിക്കർ ആ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. അതിനു പുറമെ കലാ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് സിൽവർ ജൂബിലി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയിലൂടെ കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളി ഇന്ത്യക്ക് അകത്തും പുറത്തും ഏറെ പ്രചാരത്തിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെയർമാൻ എന്ന നിലയിലും മറ്റ് നിരവധി സംഘടനകൾക്ക് ഒപ്പവും അദ്ദേഹം സമൂഹക്ഷേമത്തിനായി നൽകുന്ന സംഭാവനകളും വിലപ്പെട്ടതാണ്. താൻ കൈവച്ച മേഖലകളിലെല്ലാം തന്നെ തന്റേതായ ഒരു ഇടമുണ്ടാക്കിയെടുത്ത ശ്രീ ബാബു പണിക്കർ മലയാള സാഹിത്യരംഗത്തിനും ഒരു മുതൽക്കൂട്ടാവുമെന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പുതിയ കർമ്മരംഗത്തും സ്വന്തമായ പാത വെട്ടിത്തുറന്നുകൊണ്ട് തന്റേതായ ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ബാബു പണിക്കർക്ക് എയിമ ന്യൂസിന്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേന്ദ്ര ഭാരവാഹികളുടെയും മഹാരാഷ്ട്ര സംസ്ഥാന ഘടകം ഭാരവാഹികളുടെയും സംയുക്ത യോഗം മുംബൈയിലെ ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് നടന്നു. എയിമ ദേശീയ സെക്രട്ടറി, ദേശീയ വൈസ് ചെയർമാൻ, മഹാരാഷ്ട്ര സംസ്ഥാന ഘടകം ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ വീഡിയോ കോൺഫറൻസ് വഴി യോഗത്തിൽ പങ്കെടുത്തു. എയിമ മഹാരാഷ്ട്ര ഘടകം പ്രസിഡന്റ് ശ്രീ ഇ.ടി.എ. ഖാലിദ് സ്വാഗതം ആശംസിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ കെ.ആർ. മനോജ് യോഗം ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ഐക്യത്തിന്റെ പ്രാധാന്യവും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ എയിമ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചുമെല്ലാം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വിശദമായി പറഞ്ഞു. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളി പ്രവാസി വൃദ്ധർക്ക് താങ്ങും തണലുമായി നോർക്കയുമായി സഹകരിച്ച് പദ്ധതി ആരംഭിക്കണമെന്ന് ദേശീയ വൈസ് ചെയർമാൻ ശ്രീ ജ്യോതീന്ദ്രൻ മുണ്ടക്കൽ നിർദ്ദേശിച്ചു. നിരവധി സുപ്രധാന കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്ന യോഗത്തിൽ സംസ്ഥാന ഘടകത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരവധി സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടു. എയിമ മഹാരാഷ്ട്ര ഘടകത്തിന്റെ പ്രവർത്തനം സുശക്തമാക്കുന്നതിനായി സ്വന്തമായി ഒരു ഓഫീസ് വാങ്ങുക എന്നതായിരുന്നു അതിൽ ആദ്യത്തെ തീരുമാനം. ഇക്കാര്യത്തിനായി 50 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെക്കാനും തീരുമാനിച്ചു. ഓഫീസ് കെട്ടിടം സ്വന്തമാക്കുന്നതിനുള്ള ബാക്കി നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം ഈ വർഷം ജൂലൈ 12-13 തീയതികളിലായി കേരളത്തിൽ നടത്തുന്ന ദേശീയ ജനറൽ കൗൺസിൽ യോഗം ഒരു വൻ വിജയമാക്കുവാൻ ആവശ്യമായ സഹായം ഉൾപ്പെടെ എല്ലാവിധ പിന്തുണയും ദേശീയ നേതൃത്വത്തിന് നൽകാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. മുംബൈയിൽ അടുത്തിടെ നടന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിനെക്കുറിച്ച് വിമർശനാത്മകമായ വിലയിരുത്തലും യോഗത്തിൽ നടന്നു. യോഗത്തിന്റെ ഫലങ്ങൾ വിലയിരുത്തുന്നതിലും കൂടുതൽ മെച്ചപ്പെടേണ്ട ഭാഗങ്ങൾ കണ്ടെത്തുന്നതിലുമായിരുന്നു യോഗം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മാത്രമല്ല, ഭാവിയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവ കൂടുതൽ പുതുമകളോടെ മെച്ചപ്പെട്ട രീതിയിൽ സംഘടിപ്പിക്കണമെന്നും യോഗം തീരുമാനിച്ചു. അതോടൊപ്പം അഡ്വക്കേറ്റ് പ്രേമ മേനോനെ എയിമ മഹാരാഷ്ട്ര ഘടകത്തിന്റെ നിയമോപദേഷ്ടാവായും നിർവാഹക സമിതി അംഗമായും ഔപചാരികമായി നിയമിക്കുവാനും കമ്മിറ്റി തീരുമാനമെടുത്തു. ഇക്കാര്യം കഴിഞ്ഞ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ മഹാരാഷ്ട്ര ഘടകം പ്രസിഡന്റ് ശ്രീ ഇ.ടി.എ. ഖാലിദ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര നിർവാഹക സമിതി അതിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകുകയായിരുന്നു. എയിമ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ കെ.ആർ. മനോജ്, ദേശീയ വൈസ് ചെയർമാൻ ശ്രീ കെ.എൻ. ജ്യോതീന്ദ്രൻ എന്നിവർക്ക് പുറമെ രക്ഷാധികാരി അഡ്വക്കേറ്റ് പത്മ ദിവാകരൻ, മഹാരാഷ്ട്ര ഘടകം വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീരത്നൻ നാണു, സെക്രട്ടറി ശ്രീ നടരാജൻ, വനിതാ വിഭാഗം കൺവീനർ അഡ്വക്കേറ്റ് രാഗി സുനിൽ, യൂത്ത് വിംഗ് കൺവീനർ ശ്രീ അനിൽ പണിക്കർ, നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് പ്രേമ മേനോൻ, QRT ഇൻചാർജ് ശ്രീ പ്രശാന്തൻ വെള്ളാവിൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സുമ മുകുന്ദൻ, നിർവാഹക സമിതി അംഗവും മീരാറോഡ് മലയാളി സമാജത്തിന്റെ പ്രതിനിധിയുമായ ശ്രീ ഷബീർ ദാസ് എന്നിവരും നിർവാഹക യോഗത്തിൽ പങ്കെടുത്തു. എയിമ മഹാരാഷ്ട്ര ഘടകത്തിന്റെയും പോഷക സംഘടനകളുടെയും പ്രവർത്തനവും സാന്നിധ്യവും സംസ്ഥാനത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് സെക്രട്ടറിയുടെ നന്ദിപ്രകാശനത്തോടെ യോഗം അവസാനിച്ചു. ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.